നമസ്കാരം. സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും മാർച്ച് മാസത്തിൽ പെൻഷൻ തുകയായിട്ട് 1600 രൂപ എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള 1600 രൂപയായിരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വരുന്ന തിങ്കളാഴ്ച മുതലാണ് വിവിധ ക്ഷേമ പെൻഷനുകളുടെയൊക്കെ തന്നെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. അതിൽ ആദ്യഘട്ട വിതരണം ആരംഭിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ്. നിലവിൽ 16 മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിലും ഒരു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള 1600 രൂപയാണ് മാർച്ച് മാസം 24-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് വരുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ഉപയോഗിച്ച് ക്ഷേമ പെൻഷൻ നൽകുന്ന 16ഓളം ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനുകളുടെ വിതരണം നടക്കുന്നത്. ഇതിനായി മാർച്ച് 25 ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുപ്പ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്നും 1000 കോടി രൂപ വായ്പ എടുക്കുവാനും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് 31 മുൻപ് തന്നെ സർക്കാർ തലത്തിലുള്ള ബില്ലുകളും മറ്റ് ചിലവുകൾക്കുമൊക്കെയായിട്ട് ഭീമമായിട്ടുള്ള തുകയാണ് സംസ്ഥാന സർക്കാരിന് കണ്ടെത്തുവാനുള്ളത്. അപ്പോൾ അതിനിടയിൽ തന്നെയാണ് മാർച്ച് മാസത്തിൽ ക്ഷേമ പെൻഷൻ്റെ വിതരണവും നടത്തുന്നത്. ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് കഴിഞ്ഞാൽ ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ധനവകുപ്പിൻ്റെ ഔദ്യോഗിക അറിയിപ്പുകൾ എത്തിച്ചേരുന്നതാണ്. മാർച്ച് മാസം 24-25 തീയതികളിൽ രാജ്യവ്യാപകമായിട്ട് ബാങ്ക് ജീവനക്കാർ 48 മണിക്കൂർ ദേശീയ പണിമുടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ മാർച്ച് 26 ബുധനാഴ്ച മുതലേ ബാങ്ക് വഴിയുള്ള പെൻഷൻ വിതരണമൊക്കെ തന്നെ ആരംഭിക്കുകയുള്ളൂ. ഏതായാലും അടുത്തയാഴ്ച തന്നെ മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ വിതരണം അത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്കും ആരംഭിക്കുന്നതാണ്. മാർച്ച് 31 റംസാൻ പെരുന്നാൾ വരുന്നതിനാൽ തന്നെ അതിന് മുൻപായി തന്നെ പരമാവധി ആളുകളിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുന്നതാണ്. ഇതോടെ കഴിഞ്ഞ 2024 മാർച്ച് മാസം മുതൽ ഈ 2025 മാർച്ച് മാസം വരെയായിട്ട് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി ഉണ്ടായി എന്നൊരാശ്വാസവും ഇപ്പോൾ സർക്കാരിന് ലഭിക്കുന്നുണ്ട്. ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിലും എല്ലാ മാസങ്ങളിലും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മാത്രമല്ല കുടിശ്ശികയുള്ള 3 ഗഡുക്കളുടെ വിതരണവും ഉണ്ടാകുന്നതാണ്. കുടിശ്ശികയുള്ളതിൽ ഒരു ഗഡുവിൻ്റെ വിതരണം അത് ഈ വിഷു ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിലെ പെൻഷനോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വിഷു ആകട്ടെ ഏപ്രിൽ 14-നായതിനാൽ ഏപ്രിലിനോടനുബന്ധിച്ച് തന്നെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള 3200 രൂപയുടെ വിതരണവും നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചേക്കും. അങ്ങനെ ഏതാണ്ട് ഈ 2-3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ സംസ്ഥാനത്ത് 60 ലക്ഷത്തിലധികം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അവർക്ക് 2 തവണകളായിട്ട് 3 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള 4800 രൂപയോളമാണ് ഇത്തരത്തിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അടുത്തയാഴ്ച മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും ആരംഭിക്കും. വിതരണം സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരും ദിവസങ്ങളിൽ തന്നെ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും എത്തുന്നതായിരിക്കും. കൃത്യമായി നിങ്ങളെ നമ്മുടെ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതാണ്. പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചത് സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഈ വാർത്താ അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.